ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഇത്തിരിയൂടെ വലിപ്പമുണ്ടെങ്കിൽ നന്നായിരുന്നേ. ഇതിങ്ങനെ 6 ചെറിയ ബോക്സുകളാണ് കേട്ടോ വരുന്നത്, കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണെന്ന് വെച്ചിട്ട് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൂടുതലും ചെറിയ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഒക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഞാൻ ഓരോരോ ബോക്സിലാക്കിയിട്ടാണ് വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ശരിക്കും നമ്മൾ മീഷോയിൽ റിവ്യൂ കണ്ട് നോക്കിയപ്പോൾ ഒത്തിരി കൂടെ വലിപ്പമുള്ള ഒരു ബോക്സായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോക്സായപ്പോൾ ഞാൻ സത്യത്തിൽ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് റിട്ടേൺ ചെയ്യേണ്ട ഒരു ദിവസമായപ്പോഴത്തേന് നമ്മൾ വീട്ടിലില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. സത്യത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഞാൻ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ച്. കാരണം ഇതിൽ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു തക്കാളിക്കോ ഉള്ള ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്പേസ് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പം ഞാൻ ഈ പച്ചമുളകാക്കിയ ബോക്സ് ഉണ്ടല്ലോ, അതുപോലത്തെ ബോക്സിലാണ് കേട്ടോ ഞാൻ സാധാരണ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിട്ട് വെക്കാറുള്ളത്. ഞാനൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പം ഇതേപോലെ തൊലിച്ച് വെക്കാറാണ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ പിന്നെ നമ്മൾ രാവിലെ തന്നെ മക്കളെ സ്കൂൾ പോക്കിൻ്റെ ടൈമിലൊക്കെ നമ്മൾ എടിപിടി എന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതാവുമ്പോൾ പിന്നെ എടുത്ത് വെച്ചത് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ എല്ലാത്തിലും നമ്മളൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 ഞാനിവിടെ പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഈ ബോക്സിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ടായപ്പോൾ ഞാൻ മറ്റേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് അടുത്തത് ചുവന്നുള്ളി ആക്കാം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും സ്പേസ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ബോക്സ് ആവുമ്പോൾ. പിന്നെ നമ്മൾ കറി വെക്കണ സമയത്ത് ഈ ഒരൊറ്റ ബോക്സ് ഇങ്ങോട്ട് എടുത്താലും മതി. ഇപ്പോൾ നമ്മൾ തൊലിച്ച് വെച്ച ചുവന്നുള്ളി ബാക്കി വെളുത്തുള്ളീൻ്റെ മേലിട്ടേക്കാട്ടോ. എന്തായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൂടെ ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൈനലി ഇങ്ങനെയാണ് 4 സൈഡിലും നമുക്ക് ഇത് നമ്മളെ ടിഫിൻ ബോക്സിൻ്റെ മാതിരി ടൈറ്റ് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല സേഫ്റ്റിയാണ് സംഭവം. മൊത്തത്തിൽ ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായേ. കൊടുക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും ഇപ്പോൾ തൽക്കാലം യൂസ്ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.